അതെ, ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് നമ്മൾ ചിക്കൻ വരട്ട് വയ്ക്കും പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങ്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാനെടുത്ത് കടുക് വറുത്ത് എണ്ണയിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഉപ്പ് ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ആവശ്യത്തിന്. അതും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് അടച്ച് വെച്ചായിരുന്നു. എന്നിട്ട് അത് തുറന്നിട്ട് ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി ചെറിയ തീയിൽ ഇന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടച്ച് വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ മസാലപ്പൊടി ശരിയാക്കിയായിരുന്നേ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ എരിയുള്ള മുളക് പൊടിയും, ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായിരുന്നേ. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി. എന്നതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടായിരുന്നേ. പിന്നെ കുറച്ച് ഉലുവ ചതച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഉപ്പിന് വേണ്ടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഈ മസാലപ്പൊടിയൊന്നത് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിരുന്നു. ഇടയ്ക്ക് ഞാൻ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് അത് എടുക്കാനൊന്ന് വിട്ടുപോയായിരുന്നു. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, എനിക്കിപ്പോൾ കുറവായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയും പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കുഴിച്ച് സെറ്റപ്പാക്കി എടുത്തിടും. ഇതും മതി ചോറ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു ചോറ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.